NDA ഇന്ന് പാർലമെന്റിലേക്ക് ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബില്ല് ഇന്ത്യയിലെ MP-മാരുടെ നമ്പർ 850 ആക്കുന്നതിനുള്ളൊരു ബില്ലാണ്. അതായത് ഡീലിമിറ്റേഷൻ്റെ ബില്ലാണ്. ആ ബില്ലും അതുപോലെ തന്നെ മറ്റൊരു ബില്ലുമായിട്ട് ഇതിനെ ക്ലബ് ചെയ്തിട്ടുണ്ട്. അത് വളരെ വിചിത്രമായിട്ടുള്ള സംഗതിയാണ്. അത് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ 850ഓളം വരുന്ന നമ്പറുകളിലേക്ക് നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം എത്തുമ്പോൾ അതിൽ ഏതാണ്ട് 280ഓളം 333% വരുന്നത് വനിതാ സംവരണമാക്കും, വനിതാ റിസർവേഷൻ ആക്കും എന്നുള്ളതാണ് ആ ബില്ലിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അത് തന്നെ വളരെ മാൻഡേറ്ററി ആയി ഇത്ര കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ് NDA ഇത്തരത്തിലുള്ളൊരു ബില്ല് ഇപ്പോൾ അടിയന്തരമായി കൊണ്ടുവരാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നൊരു കാര്യം. ഇതിൻ്റെ ഈ ഡീലിമിറ്റേഷൻ്റെ മറ്റു വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും ചില വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അന്നേരം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ പാർലമെൻറ്റിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ബില്ല് അവതരിപ്പിക്കാൻ NDA താല്പര്യം കാട്ടുന്നത്, അതിൻ്റെ പിന്നിലെ കുബുദ്ധി എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമുക്കറിയാം, കൽക്കട്ടയിൽ, വെസ്റ്റ് ബംഗാളിലും അതുപോലെ തമിഴ്നാട്ടിലും അടക്കം നിരവധി സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം അവരുടെ പ്രചരണത്തിലായിരുന്നു. പക്ഷേ അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അടിയന്തരമായി നമുക്കൊരു പാർലമെൻറ്റ് വേണമെന്ന് പറയുന്നത്. അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച 3 ദിവസത്തേക്കാണ് പാർലമെൻറ്റ് കൂടുന്നത്. ആ പാർലമെൻറ്റ് കൂടിയിട്ട് അവതരിപ്പിച്ചേക്കുന്നത് ഈ ബില്ല് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതായത് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ്റെയും വുമൺസിൻ്റെ റിസർവേഷൻ്റെയും ഒരു ബില്ലുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കറിയാം 1951-52 കാലഘട്ടങ്ങളിൽ 499 സീറ്റുകളാണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ജനസംഖ്യ ആനുപാതികമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വോട്ടേഴ്സിന് ആനുപാതികമായിട്ടുള്ള ജനസംഖ്യ ആനുപാതികമായിട്ടാണ് MP-മാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1971 സെൻസസ് പ്രകാരം വീണ്ടും നമ്മൾ അതിൻ്റെ നമ്പർ കൂട്ടി 518 ആക്കി മാറ്റിയിരുന്നു. 2001 സെൻസസ് പ്രകാരം നമ്മൾ 2004 ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ 543 അംഗങ്ങളാക്കി മാറ്റിയിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിനുശേഷം 2011 സെൻസസ് നടന്നു. 2011 സെൻസസ് നടന്നെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തില്ല, ഈ പറയുന്ന നമ്പർ കൂട്ടിയില്ല. അതിനുശേഷം 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു. 2021 സെൻസസ് നടന്നില്ല, കാരണം ആ സമയത്ത് കോവിഡ് ആയിരുന്നു. പിന്നെ അത് നീണ്ടുപോയി. ഇപ്പം നമ്മൾ വീണ്ടും സെൻസസ് എടുക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അത് 2027 എത്തുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ 2027 കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനുമായിട്ട് വേണമെങ്കിൽ ഈ നമ്പറുകൾ കൂട്ടാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പം തന്നെ തിരക്ക് പിടിച്ച് ഇത്തരത്തിലുള്ളൊരു വിമൻസ് ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ചില പ്രതിഭാസങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിങ്ങൾ അറിയേണ്ടത് 26 കോടിയോളം വരുന്ന ജനങ്ങളുണ്ട്. അവിടെ 80 MP-മാരാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു MP-യുടെ കീഴിൽ തന്നെ ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുണ്ട്. തെലങ്കാനയിലെ ഒരു സ്ഥലത്ത് യഥാർത്ഥത്തിൽ 25 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുണ്ട്. അതേസമയം ആൻഡമാൻ നിക്കോബാറിൽ ഒരു MP-ക്ക് കീഴിലുള്ളത് വെറും 50,000-ഓളം വരുന്ന ജനങ്ങൾ മാത്രമാണ് എന്നുള്ളത് അറിയണം. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ ഏകീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇത് കൂട്ടാൻ പോവുകയാണ്. 850 എന്ന് പറയുന്ന ഒരു നമ്പർ കൂട്ടുകയാണ്. അപ്പോൾ ഈ 850 എന്ന് പറയുന്ന നമ്പർ കൂട്ടുമ്പോൾ പ്രത്യേകിച്ചും ഞാനിപ്പോൾ വിശദമാക്കുന്നില്ല, UP-യിൽ അത് ഏതാണ്ട് 120 ആകും. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ, പ്രത്യേകിച്ചും ഹിന്ദി ബെൽറ്റിലൊക്കെ തന്നെ അവിടെ ജനസംഖ്യ വലിയ വർധനവുള്ളതുകൊണ്ട്, ആ വലിയ തോതിൽ ജനസംഖ്യ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ തന്നെ സീറ്റുകളുടെ നമ്പർ വലിയ തോതിൽ വർദ്ധിക്കും. അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ അമിത്ഷാ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളുടെ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടില്ല എന്നാണ്. നഷ്ടപ്പെടില്ല എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രപ്പോർഷണലി വർദ്ധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ഒക്കെ തന്നെ ഒരു പ്രാധാന്യം വളരെ വളരെ കുറയുകയും അതേസമയം മറ്റ് സ്റ്റേറ്റുകളിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ഹിന്ദി ബെൽറ്റ് എന്ന് പറയുന്ന BJPക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്റ്റേറ്റുകളിൽ യഥാർത്ഥത്തിൽ വലിയ തോതിൽ നമ്പർ കൂടുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയുള്ള 4-5 സ്റ്റേറ്റുകളിൽ വലിയ സ്വാധീനമുള്ളവർക്ക് ഇന്ത്യയെ ഭരിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസമായി ഇത് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസത്തെ BJP വലിയ താല്പര്യത്തോടുകൂടി കാണും. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. 303 സീറ്റുകളിൽ നിന്ന് BJPയുടെ സീറ്റുകൾ 240 താഴുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കുറേ കൂടി സേഫായിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അവർക്ക് ഭൂരിപക്ഷം കിട്ടാവുന്ന, അവർക്ക് വലിയ തോതിൽ MP-മാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ MP-മാരെ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ലെവലിൽ MP-മാരുടെ നമ്പർ കൂട്ടിയാൽ തന്നെ വലിയ സ്വാധീനം അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതാണ് ഒരു നമ്പറുകളുടെ കാര്യത്തിലുള്ള ഒരു കാര്യമെങ്കിൽ അടുത്തത് ഈ പറഞ്ഞ പോലെ റീഡ്രോയിങ് ദ ബൗണ്ടറീസ് ഓഫ് നമ്മൾ ഒരിക്കൽ കൂടി അവർ റീഡ്രോയിങ് ദ ബൗണ്ടറീസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നടക്കും. എന്ന് പറഞ്ഞാൽ ആ ബൗണ്ടറികളൊക്കെ തന്നെ മാറ്റിവരയ്ക്കാൻ അവർക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ
കേരളത്തിലൊക്കെ തന്നെ ഡീലിമിറ്റേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ തോതിൽ അഡ്വാൻറ്റേജ് ആയത് LDFനും CPMനുമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ അത്തരത്തിലൊരു ഡീലിമിറ്റേഷൻ നടന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ട രീതിയിലൊക്കെ തന്നെ കൃത്യമായി ബൗണ്ടറികൾ രണ്ടാമതായി തീരുമാനിക്കപ്പെടുമ്പോൾ അതും അവർക്ക് വലിയ തോതിലുള്ള അഡ്വാൻറ്റേജായി തീരും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് റിസർവേഷൻ ഏതൊക്കെ മണ്ഡലങ്ങൾ വേണം എന്നുകൂടി തീരുമാനിക്കാൻ പറ്റും. അതും യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഭരിക്കുന്നവർക്ക് വലിയ അഡ്വാൻറ്റേജായി തീരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെ വലിയ തോതിൽ BJPക്ക് അഡ്വാൻറ്റേജായി തീരാവുന്ന ഒരു കാര്യമാണ്. ഇത് ഒറ്റടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് നല്ലതാണ്, ശരിയാണ്, ഇത് ഇങ്ങനെ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും ഇതിൻ്റെ വലിയൊരു അപകടം കൂടിയുണ്ട്. അപകടം എന്ന് പറയുന്നത് ഇപ്പം തന്നെ നമുക്കറിയാം ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ വലിയ തോതിലുള്ള ഒരു സാമ്യതകളില്ലായ്മയുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ ആ വലിയ ജനസംഖ്യ ഓരോ സ്റ്റേറ്റുകളിലും തന്നെ യഥാർത്ഥത്തിൽ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഭാഗമായി തന്നെ ജനസംഖ്യ അവർ കുറച്ചുകൊണ്ട് വന്നതാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ ജനസംഖ്യ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പം തന്നെ 150ഓളം കോടി ജനങ്ങൾ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്ന ഒരു കാര്യം. രണ്ടാമത് നമുക്കറിയാം അവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുറെ കൂടി വികസിച്ച സംസ്ഥാനങ്ങളാണ്, കുറച്ചുകൂടി പണമുള്ള സംസ്ഥാനങ്ങളാണ്. അതേസമയം ഉത്തരേന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ പുറകിലാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമ്മളൊരു 50 കൊല്ലമോ 100 കൊല്ലമോ ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പം തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. 100 കൊല്ലം കഴിയുന്നതിന് മുമ്പുള്ള ഇപ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ചില പ്ലാനുകൾ, ചില ഫണ്ടുകളെല്ലാം തന്നെ അനുവദിക്കപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെ കുറവാണ് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇറഗുലാരിറ്റീസ് വലിയ തോതിൽ ഉണ്ട് എന്നുള്ളതും അസംതൃപ്തികളുണ്ട് എന്നുള്ളതും ഒക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇതും കൂടി വന്നു കഴിയുമ്പോൾ തങ്ങളുടെ പ്രാധാന്യം വളരെ വളരെ കുറയും എന്നുള്ളത് ഒരു 50 കൊല്ലമോ 100 കൊല്ലമോ ഒക്കെ കഴിയുമ്പോൾ ഭാവിയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഒരുപക്ഷെ പ്രശ്നമായേക്കാം എന്നുള്ളതാണ് ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനെ ചില ഇതിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തെ പോലെ ഒരു സ്റ്റേറ്റ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ മലപ്പുറത്തല്ലേ ഏറ്റവും കൂടുതൽ MLA-മാരെ സൃഷ്ടിക്കുന്നത്, 16 വരെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അമിക്കബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. വളരെ ആലോചിച്ച് വളരെ സീരിയസ് ആയ ആലോചനകൾക്ക് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ തൊലിപ്പുറമേ നിന്ന് നോക്കുമ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് അങ്ങോട്ട് തീരുമാനിക്കട്ടെ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചാൽ മാത്രം നിൽക്കുന്നൊരു കാര്യമല്ല. ഒരു ഫെഡറൽ സംവിധാനവും ഒരു രാജ്യത്തിൻ്റെ യൂണിറ്റിയും ഒക്കെയുള്ള വലിയ കൺസെപ്റ്റുകൾ കൂടി ആലോചിച്ചുകൊണ്ട് വേണം ഇത് തീരുമാനമെടുക്കാൻ. അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ ചെറിയ തോതിലെങ്കിലും ഒരു കനൽ ഇടുന്നതിന് തുല്യമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഫ്യൂച്ചറിലേക്കൊക്കെ വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. BJPക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ഇത്തരത്തിൽ 850 പേരെയൊക്കെയാൽ BJPക്ക് ഇനിയൊരു 10, 25, 30 കൊല്ലം തന്നെ ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇതിൻ്റെ ഒരു ഷോർട്ട് ടൈം ഗോൾ കൂടിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തമിഴ്നാട്ടിൽ സ്ത്രീകളാണ് ഇപ്പോൾ 1952 ശേഷം വോട്ടിംഗ് പാറ്റേണിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഒരു കുടുംബത്തിലെ പുരുഷന്മാർ തീരുമാനമെടുക്കുകയും അതനുസരിച്ച് സ്ത്രീകൾ വോട്ട് ചെയ്യുകയുമാണ് ചെയ്തതെങ്കിൽ പിന്നീട് റൂഹി തിവാരിയൊക്കെ അതിൻ്റെ പുറത്ത് ബുക്കുകളൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. ആ ബുക്കുകളിൽ തന്നെ പറയുന്നൊരു കാര്യം, ഈ പറയുന്ന വുമൺ വോട്ടേഴ്സ് കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റായി വോട്ട് ചെയ്യാൻ തുടങ്ങുകയും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ പുറത്ത് അവർ വോട്ട് ചെയ്യാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തു എന്നാണ്. കഴിഞ്ഞ തവണ തന്നെ 8 സംസ്ഥാനങ്ങളിലായി 68,000 കോടി രൂപ പത്രത്തിൽ വിതരണം ചെയ്യുകയും ആൻറ്റി ഇൻകുംബൻസിയെ മറികടക്കാനും കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയുള്ള വുമൺ വോട്ടേഴ്സിൻ്റെ നമ്പർ അല്ലെങ്കിൽ വുമൺ വോട്ടേഴ്സിൻ്റെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും തന്നെ വുമൺ വോട്ടേഴ്സിൻ്റെ നമ്പർ വളരെ കൂടുതലാണ്. അവർ വന്ന് വോട്ട് ചെയ്യുകയും അവർ ഇൻഡിപെൻഡൻ്റായി വോട്ട് ചെയ്യുകയും അവർ വലിയ തോതിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ബേസ് ഇല്ലാതിരിക്കുകയും അവർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സായി മാറുകയും ഒക്കെ ചെയ്യുന്നത് കൂടുതൽ സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്ന് കൂടി BJP ആലോചിച്ചിട്ടുണ്ട് താൽക്കാലികമായി. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും ഒക്കെ BJP അധികാരത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബീഹാറിൽ കൊടുത്ത പോലെ ഏതെങ്കിലും തരത്തിൽ അവരുടെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം കൊടുക്കലൊന്നും സാധ്യമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൂടി ഏറ്റവും അവസാന നിമിഷം അവതരിപ്പിച്ചാൽ ഞങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ കഴിയും. കൂടാതെ ഈ ബില്ലിനെ കോൺഗ്രസും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും DMKയും അതുപോലെ തന്നെ
മറ്റ് ഈ പറയുന്ന പോലെ ആളുകളും ഒക്കെ തന്നെ, അതായത് വെസ്റ്റ് ബംഗാളിലെ മമതാ ബാനർജിയും ഒക്കെ തന്നെ എതിർക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെ വുമൺസ് റിസർവേഷൻ ബില്ലിന് എതിരാണ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ കൂടി താൽക്കാലികമായി ബിൽഡ് ചെയ്യാനും അത് ലോങ് ടേമിലേക്കും വലിയ തോതിൽ അഡ്വാൻറ്റേജ് BJPക്ക് ഉണ്ടാക്കാനും കഴിയും എന്ന് പറയുന്ന ഒരു ചിന്ത കൂടി അവർക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അടിയന്തിരമായി ഇത്തരത്തിൽ 3 ദിവസത്തേക്ക് ഒരു പാർലമെൻറ്റ് വിളിക്കുകയും ആ പാർലമെൻറ്റിൻ്റെ ചർച്ച ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കൂടാതെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ അജണ്ടകൾ മാറ്റാനും അജണ്ടകൾ ഇതിലേക്ക് ചുരുക്കാനും ഒക്കെ BJPക്ക് കഴിയും എന്നുള്ളതൊരു വാസ്തവമാണ്. ഇതൊക്കെ പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ വുമൺസ് റിസർവേഷനെ കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വലിയ ആത്മാർത്ഥതയൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ, അതായത് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വലിയ ചർച്ചയായിരുന്നു വുമൺസ് റിസർവേഷൻ കൊടുക്കണോ വേണ്ടെന്നുള്ളത്. പക്ഷേ അന്നത്തെ സ്ത്രീകളൊക്കെ തന്നെ, അതിൽ പങ്കെടുത്തുള്ള സ്ത്രീകൾ അത് വേണ്ട എന്നാണ് പറഞ്ഞത്. കാരണം അന്നൊക്കെ അവർ വിചാരിച്ചിരുന്ന ഒരു റിസർവേഷൻ ഇല്ലാതെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം നൽകും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള പ്രാതിനിധ്യമൊന്നും രാഷ്ട്രീയ പാർട്ടികൾ നൽകിയില്ല. കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏതാണ്ട് 10-12% വരുന്ന സ്ത്രീകളാണ് ആകെ മത്സരിക്കുന്നത്. ഇന്ത്യയിലും ഒന്നും അതിന് കുറവല്ല. കഴിഞ്ഞ പാർലമെൻറ്റിൽ ഉണ്ടായതിനേക്കാൾ ഇപ്പോൾ ഏതാണ്ട് 2% കുറഞ്ഞ് 12-13% സ്ത്രീകൾ മാത്രമേ ഇപ്പോൾ പാർലമെൻറ്റിലേക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ മുമ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ TMC ആണ്. അവർ വനിതാ പ്രാതിനിധ്യം കൊടുക്കുന്നത് 37-38% എന്നുള്ളത് കൂടി നമ്മൾ മറന്നു പോകരുത്. ഇപ്പോഴും നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിൽ ഇത് മാൻഡേറ്ററി കൊടുക്കണമെന്നുള്ള ഘട്ടം ഘട്ടമായി ഇത് 33 വരെ ഉയർത്തണം എന്ന് മാത്രമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് റിസർവേഷൻ കൊടുക്കുന്ന സ്ത്രീ റിസർവേഷന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമമൊന്നുമില്ല. പക്ഷേ ഇത് താൽക്കാലികമായി ഇവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അതിൽ തന്നെ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം 850 സീറ്റുകളിലേക്ക് വർദ്ധിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് 250 സീറ്റുകൾ തരാമെന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപക്ഷം ഉന്നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ 850 സീറ്റുകളാക്കുന്ന കാര്യം ഇവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 543 തന്നെ 33% പേർക്ക്, 33.3% പേർക്ക് എന്ന് പറഞ്ഞാൽ 181% പേർക്ക് റിസർവേഷൻ കൊടുക്കണം എന്ന് ആവശ്യപ്പെടാനാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം തങ്ങളുടെയൊക്കെ MP പണി പോകും എന്ന് നിരവധി ആളുകൾക്കറിയാവുന്നതുകൊണ്ട് ആ MP-മാരായിരിക്കുന്ന നേതാക്കൾക്ക് ആർക്കും തന്നെ വലിയ താല്പര്യമുണ്ടാവില്ല. പ്രത്യേകിച്ചും ഒരു രണ്ടാംകിട നേതാക്കന്മാർക്ക്, ഏറ്റവും വലിയ നേതാക്കന്മാർക്ക് എന്താണെങ്കിലും സീറ്റ് കിട്ടും, അവരൊക്കെ ജയിക്കുകയും ചെയ്യും. പക്ഷേ MP-മാരായിരിക്കുന്ന നിരവധി പേരുടെ അവസരങ്ങൾ കൂടി നഷ്ടപ്പെടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായ മുതലെടുപ്പ് കൂടിയാണ് ഈ 2 ബില്ലുകളും എന്നുള്ളത് കൂടിയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്.